പ്രമേഹവും വ്യായാമവും. നമുക്കറിയാം, പ്രമേഹ രോഗം എന്നത് ഒരു ജീവിതശൈലി രോഗമാണ്. പ്രമേഹ രോഗ ചികിത്സ പൂർണ്ണമായിട്ടും വിജയിക്കണമെങ്കിൽ ഔഷധങ്ങളോടൊപ്പം തന്നെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നമ്മൾ തിരുത്തലുകൾ വരുത്തേണ്ടതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ദിവസേനയുള്ള വ്യായാമം. അപ്പോൾ പ്രമേഹ രോഗികൾ ഒരു ദിവസം എത്ര സമയം വ്യായാമം ചെയ്യണം? ഇതിന് നമുക്ക് ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയുക അസാധ്യമാണ്. ഓരോ വ്യക്തിക്കനുസരിച്ച് അവർ ചെയ്യേണ്ട വ്യായാമ മുറകൾ, അവർ ചെയ്യേണ്ട വ്യായാമത്തിൻ്റെ തോത്, സമയം എന്നിവ അവരെ ചികിത്സിക്കുന്ന ഡയബറ്റിസ് ടീം, അതായത് ഡോക്ടറും ഡയറ്റീഷ്യനും നേഴ്സുമാരും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിശ്ചയിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലും നമുക്ക് ഒറ്റവാക്കിൽ പറയുവാൻ കഴിയുകയാണെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് 30 മിനിറ്റെങ്കിലും ഒരു പ്രമേഹ രോഗി ദിവസേന വ്യായാമം ചെയ്യുന്നതായിരിക്കാം ഏറ്റവും ഉചിതം. എന്ത് രീതിയിലുള്ള വ്യായാമ മുറകളാണ് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ച് നല്ലത്? നമുക്ക് ഒരുപാട് വ്യായാമ മുറകൾ നമുക്കിന്ന് അറിയാമെങ്കിലും ഏറ്റവും നല്ലത് എയ്റോബിക് വ്യായാമം അല്ലെങ്കിൽ എയ്റോബിക് എക്സസൈസിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന വേഗത്തിലുള്ള നടത്തം, സൈക്ലിംഗ്, സ്കിപ്പിംഗ്, നീന്തൽ തുടങ്ങിയവയാണ്. വ്യായാമം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വ്യായാമം ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു കാരണവശാലും പെട്ടെന്ന് തന്നെ വ്യായാമം തുടങ്ങുന്നത് ഒട്ടും നല്ലതല്ല. അവർ 30 മിനിറ്റ് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് അവർ പതുക്കെ വാമപ്പ് ചെയ്യുക. അടുത്ത 20 മിനിറ്റ് അവർ ഉദ്ദേശിക്കുന്ന വ്യായാമ മുറകൾ ചെയ്യുക. അടുത്ത അവസാന 5 മിനിറ്റ് അവർ പതുക്കെ കൂൾ ഡൗൺ ചെയ്യുക, അതായത് സ്റ്റെപ്പ് ഡൗൺ, കൂൾ ഡൗൺ ചെയ്യുക. ഇതായിരിക്കും ഏറ്റവും അനുയോജ്യം. വ്യായാമം ചെയ്യാൻ പോകുന്ന അവസരത്തിൽ ഒരു കാരണവശാലും ഇറുകിയ വസ്ത്രം ധരിക്കാൻ ഇടയാകരുത്. അതോടൊപ്പം തന്നെ കൃത്യമായ അളവിലുള്ള പാദരക്ഷ, അതായത് ഒരു ഷൂസ് മാതൃകയിലുള്ള ഒരു പാദരക്ഷ നിർബന്ധമായിട്ടും ധരിക്കേണ്ടതാണ്. ദൂരസ്ഥലങ്ങളിൽ വ്യായാമം ചെയ്യാൻ പോകുന്നവർ അവരുടെ കയ്യിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നോക്കുന്ന ഗ്ലൂക്കോമീറ്റർ, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു പോയാൽ നമുക്ക് ഉടനെ കഴിക്കാൻ കഴിയുന്ന മധുരപലഹാരമോ ജ്യൂസോ പോലുള്ളവ നിർബന്ധമായി കരുതേണ്ടതാണ്. യാതൊരു കാരണവശാലും അമിതമായിട്ടുള്ള ആഹാരം കഴിച്ച ശേഷം വ്യായാമം ചെയ്യുന്നത് ഒട്ടും ശരിയായൊരു രീതിയല്ല. അതുപോലെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് തീരെ താഴ്ന്നു പോകുന്നവർ ഒന്നും കഴിക്കാതെ കഠിനമായ വ്യായാമ മുറകൾ ചെയ്യുന്നതും നല്ല ഒരു പ്രവണതയല്ല.